നമസ്കാരം ഗായ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് കുറച്ച് ആൾക്കാർ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായി ജീൻസിൻ്റെ ഒരു കളക്ഷൻ വീഡിയോ ചെയ്യുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 ജീൻസ് ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ജീൻസിൻ്റെ കളക്ഷൻ വീഡിയോ ചെയ്യാം. അതിൻ്റെ അടുത്ത് വലിയ കളക്ഷനൊന്നുമില്ല, ഒരു 5-7 ജീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 ഞാൻ എടുത്ത് ഒഴിവാക്കി. വല്ലാതെ അങ്ങോട്ട് കേട് വന്നപ്പോൾ ഞാൻ എടുത്ത് 2 ഒഴിവാക്കി. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് കറൻ്റ്ലി ഒരു 5 ജീൻസാണ് ഉള്ളത്. അത് ബ്ലൂ കളറ്, ബ്ലാക്ക് കളറ്, ബ്രൗൺ കളർ, അങ്ങനെ 3 കളറിലുള്ളത്. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേടിക്കാൻ, പക്ഷെ എനിക്ക് കൊണ്ടു നടക്കാൻ തീരെ കഴിയൂല. പെട്ടെന്ന് ചളിയാവും, എൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ചളിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് മേടിക്കാനുള്ള ധൈര്യം ഇതുവരെ കാണിച്ചിട്ടില്ല. കാരണം നമ്മൾ വൈറ്റൊക്കെ മേടിക്കുമ്പോൾ ഒരു 1000 എന്തായാലും കൊടുക്കണം. അപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് ചളിയായിട്ട് നമ്മൾ പിന്നെ ചളിയായി കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും പറ്റൂല. അപ്പോൾ ഞാൻ വൈറ്റ് ഇതുവരെ മേടിച്ചിട്ടില്ല. എനിക്ക് മേടിക്കണം എന്നുണ്ട്, ഇനി എപ്പോഴെങ്കിലും മേടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എടുത്തുള്ളത് കറൻലി ഉള്ളത് 5 ജീൻസാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യത്തെ ജീൻസ് വന്നിട്ട്, ഇതെല്ലാ ജീൻസും ഒന്നൊഴികെ ഞാനൊക്കെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കേട്ടോ. മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് എല്ലാതും. ഒന്ന് മാത്രമേ ഞാൻ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളൂ, അത് ഏതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ ജീൻസ് വന്നിട്ട് ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ജീൻസാണ്. അപ്പോൾ ഇതാണ് ഐറ്റം, ടോക്കിയോ ടോക്കീസിൻ്റെ ജീൻസാണ്. ഇതാണ് ഐറ്റം. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്താട്ടോ. ഇതൊരു 5-6 മാസം മുന്നേ, 1 കൊല്ലം മുന്നേ ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തതാണ്. ഇത് നല്ലോണം വൈഡ് ലെഗ് ആയിട്ടുള്ള ഒരു ജീൻസാണ്. നല്ല ജീൻസ് തന്നെയാണ്, നല്ല ക്വാളിറ്റിയാണ്. അതിൽ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, തിരുമ്പിയിട്ട് ഇച്ചിരി കാലമായി. അപ്പോൾ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊഴിച്ചത് നല്ലൊരു ജീൻസ് തന്നെയാണ്, എനിക്കിഷ്ടമാണ് ഈ ജീൻസ്. നല്ലോണം വൈഡ് ലെഗ് ജീൻസ്. അപ്പോൾ വൈഡ് ലെഗ് ജീൻസ് ഉപയോഗിക്കുമ്പോൾ പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, ചിലർക്കൊക്കെ ഇത് അറിയുന്നുണ്ടാവും, കുറച്ച് ടൈറ്റുള്ള ടോപ്പ് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടീഷർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ ചെയ്തിട്ടിടാൻ നോക്കുക. ജീൻസും ഭയങ്കര വളവളാന്നിരിക്കുന്ന ജീൻസും അതേപോലെ തന്നെ ടോപ്പും വളവളാന്നാകുമ്പോൾ നമുക്കൊരു ഷേപ്പ് ഇല്ലാതെ ഭയങ്കര ഒരു ഷേപ്പ്ലെസ് ആയിട്ട് തോന്നും നമ്മൾ. അപ്പോൾ ഈ ടീഷർട്ടൊക്കെ ഇടുമ്പോൾ കുറച്ചൊന്ന് ഇൻ ചെയ്തിട്ട് ഒന്നും കൂടെ ഷേപ്പ് തോന്നിക്കും. പിന്നെ അതേപോലെ തന്നെ ടോപ്പൊക്കെ ഇടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്രോപ്പ് ടോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കുറച്ച് ഷേപ്പുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിലേക്ക്. അതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് മാച്ചിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് അടുത്ത ജീൻസിലേക്ക് പോവാം. എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? കുറച്ചല്ല, അത്യാവശ്യം നല്ല പാച്ച് വരുന്നുണ്ട്. ഇതും എൻ്റെ ഫേവറേറ്റ് ജീൻസാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 4-5 മാസം ആയില്ല, 2-3 മാസം ആയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചിട്ട്. ഇത് നല്ലൊരു ജീൻസ് ആട്ടോ, എനിക്ക് ഇഷ്ടമുള്ള ജീൻസ് തന്നെയാണ്. ഇത് പിന്നെ വൈഡ് ലെഗ് അല്ല, കുറച്ചൊരു മോം ഫിറ്റ്, ഡാഡ് ഫിറ്റ് അങ്ങനെ പറയാൻ പറ്റിയൊരു ജീൻസാണ്. എന്ന് വെച്ചാൽ വല്ലാതെ ലൂസും അല്ല, വല്ലാതെ ടൈറ്റും അല്ല, അങ്ങനെ കിടക്കുന്ന ഒരു ജീൻസാണ്. ഇത് എനിക്ക് കറക്റ്റ് ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അടുത്ത ജീൻസിലേക്ക് പോവാം. അടുത്ത ജീൻസും ഒരു പാച്ച് വർക്ക് ഉള്ള ജീൻസ് തന്നെയാണ് കേട്ടോ. അതാ നമ്മുടെ മുട്ടിൻ്റെ അവിടെ ആയിട്ട് കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്. പക്ഷെ ഇത് മറ്റേൻ്റെ അത്ര കൂടുതൽ പാച്ച് വർക്ക് ഇല്ല, ഒരു നോർമൽ പാച്ച് വർക്കാണ്. ഇത് നമ്മുടെ ടോക്കിയോ ടോക്കീസ് തന്നെയാണ്. എൻ്റെ അടുത്തുള്ള ഒരുവിധം ജീൻസൊക്കെ ടോക്കിയോ ടോക്കീസിനാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 30 ആയിട്ട്. എനിക്ക് കറക്റ്റാണ്, ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, നല്ലൊരു ജീൻസാണ്. ഇപ്പം കാണിച്ച ഈ 3 ജീൻസിനും 500-600 അതിൻ്റെ ഉള്ളിലെ റേറ്റ് വരുന്നുള്ളൂ. എപ്പോഴും ഡിസ്കൗണ്ടിന് ഉണ്ടാവും. നല്ല ജീൻസ് തന്നെയാണ്, നല്ല ക്വാളിറ്റി തന്നെയാണ്, നല്ല സാധനമാണ്. എന്തായാലും നമുക്ക് കണ്ണടച്ച് വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. പോകുന്ന ജീൻസ് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതല്ല, ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. യൂസ്റ്റേൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറേ കടകളിൽ ഇങ്ങനെ ബ്രൗൺ കളറുള്ള ജീൻസ് തപ്പി നടന്നിട്ട് ഒന്നും മനസ്സിന് പിടിക്കുന്നില്ല. അവസാനം എനിക്ക് മനസ്സിന് പിടിച്ചൊരു ബ്രൗൺ കളർ ജീൻസ് കിട്ടിയതാണ് ഈ കാണുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ജീൻസാണ്, നല്ല ജീൻസാണ്.
ഉണ്ടോ, യൂസ്ഡ് എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് 999 ആയിരുന്നു റേറ്റ് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഒരു വർഷത്തോളമായി ഞാൻ അത് എടുത്തിട്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായ ഒരു ജീൻസാണ്. ഇത് ജീൻസ് എന്ന് പറയാൻ അത്ര തുണിക്ക് അത്ര വലിയ കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ജീൻസിൻ്റെ ക്ലോത്ത് പോലെ അത്ര കട്ടിയും കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ഒരു കോട്ടൻ്റെ അല്ല ജീൻസിൻ്റെ അല്ല അങ്ങനെ തോന്നിക്കുന്ന ഒരു ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഇതും നല്ലൊരു ജീൻസ് തന്നെയാണ്. ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാം. ജീൻസ് വന്നിട്ട് ഞാൻ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 2 ജീൻസ് വാങ്ങിയിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ നിന്ന്. അതിന് ഞാൻ എടുത്ത ജീൻസാണ്. ഇതാണ് ഐറ്റം. ഇതും ടോക്കിയോ ടോക്കീസിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 2249. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 400 450 എങ്ങാണ്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ഓഫർ പ്രൈസിനാണ് ഞാൻ ഇത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ജീൻസാട്ടോ. ഇത് കുറച്ച് സ്ട്രെച്ചബിൾ, അത്രത്തോളം സ്ട്രെച്ചബിൾ അല്ല, എന്നാലും കുറച്ച് സ്ട്രെച്ചബിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ലൂസാണ്. 30 സൈസ് എനിക്ക് കുറച്ച് ലൂസാണ്. പക്ഷേ 28 എടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റും ആയി പോകും. അതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നുന്നു വേസ്റ്റ് ഒന്ന് കുറയ്ക്കേണ്ടി വരും. അതേപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്, താഴേക്ക് നല്ല ലെങ്ത്ത് ഉണ്ട്. കുറച്ച് ഹീലുള്ള ചെരുപ്പിട്ടല്ലാതെ അത് നിൽക്കൂല. അല്ലാന്നുണ്ടെങ്കിൽ നിലത്ത് ഇങ്ങനെ മുറ്റടിച്ച് വരുന്ന പോലെ ഉണ്ടാവും ഇതിട്ട് പോകുമ്പോൾ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതാണ് ആ ജീൻസ്. ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. എൻ്റെ ജീൻസ് കളക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇത് മിന്ത്രേൻ്റെ വല്ല പ്രൊമോഷൻ ആണോ എന്ന്. അല്ല കേട്ടോ, മിന്ത്ര എനിക്കൊരു നയാ പൈസ തന്നിട്ടില്ല. ഞാൻ ഫുള്ള് പൈസ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ സേവിങ്സ് മുഴുവൻ അവിടെ മിന്ത്രയിലേക്കാണ് പോകുന്നത്. മിന്ത്രേനെ ഇങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല പ്രോഡക്റ്റ്സ് ആണ്. എനിക്ക് ഒരിക്കലും ഒരു തെറ്റിയിട്ടുള്ള പ്രോഡക്ട്സോ ഒന്നും വന്നിട്ടില്ല. ഒന്നെങ്കിൽ എനിക്ക് ഇഷ്ടമാവാതെ ഞാൻ റിട്ടേൺ അയക്കുക, അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അവരെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല റിട്ടേൺ പോളിസിയാണ്, നല്ല റീഫണ്ട് പോളിസിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെന്ന്. നല്ല അവരുടെ പോളിസിയും കാര്യങ്ങളൊക്കെ ആദ്യം ഭയങ്കര ടൈമൊക്കെ എടുക്കുമായിരുന്നു ഇവർ റിട്ടേൺ അയച്ച പൈസ റീഫണ്ട് കിട്ടാം. പക്ഷെ ഇപ്പോൾ ഷടപടേന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിന്ത്രയിൽ നിന്ന് ഇങ്ങനെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നത്. എനിക്ക് ഫ്ലിപ്കാർട്ടിനേക്കാളും കൂടുതൽ മിന്ത്രേനെയാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയൊക്കെയാണ് ജീൻസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു കുഞ്ഞു യൂട്യൂബറാണ്, ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പിന്നെ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.